ഇന്ന് ഞാൻ എൻ്റെ ബേസ് കാണിച്ചതാണ്. എൻ്റെ ഒരു ബേസ് ടൂറാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഇതാണ് എൻ്റെ ആദ്യത്തെ ബേസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഞാനിതിപ്പോ 894 ദിവസം കളിച്ചതാണ്. അപ്പോൾ അത് എങ്ങനെയാണ്, ഞാൻ എവിടം വരെ കളിച്ചു, അതൊക്കെ കാണിക്കാന്ന് ഓർത്താണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോ നമുക്ക് എൻ്റെ ഇതെല്ലാം ചുറ്റി നടന്ന് കാണാം. ഇത് ഞാൻ ബേസ്, എൻ്റെ ആദ്യത്തെ ബേസ് ഇത് ഞാൻ ഇവിടെയാണ് തുടങ്ങിയത്. ഇതാണ് എൻ്റെ ആദ്യത്തെ വീട്. ഇതിനകത്ത് ആദ്യമൊന്നുമില്ല, ഒരു ചെസ്റ്റ്, ഒരു ഫർണസ്, ഒരു ബെഡ്, ഒരു ഇത് ഇത്ര ഉണ്ടായത്. അതിനുശേഷം ഞാൻ എൻ്റെ വേറെ ഒരു ബിൽഡിംഗ് ബേസ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായി. ഇതെന്റെ ആദ്യത്തെ പോർട്ടലായിരുന്നു. പിന്നെ എൻ്റെ ഒരു സ്റ്റോറേജ് റൂം പോലെ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ഇത്. പിന്നെ എനിക്ക് ഷീപ്പ് ഫാം ഉണ്ടായി, കൗ ഫാം ഉണ്ടായി. കൗ ഫാം ഞാൻ ഇത് രണ്ടാക്കി തിരിച്ചിട്ട് ഒറ്റ ഇതാക്കി മാറ്റി. അപ്പൊ കൗ ഫാം എന്റെ പുതിയ ബേസിലേക്ക് കൊണ്ടുപോയി. ഇതെന്റെ ഷീപ്പ് ഫാം മാത്രമാണ്. പിന്നെ ഒരു ചിക്കൻ ഫാം എന്റെ ഫുഡിന് വേണ്ടി. ഇപ്പോ ഫുഡ് വേറെ കിട്ടണോണ്ട് ഞാനിപ്പോ ഇത് ഉപയോഗിക്കാറില്ല. ഈ ബേസ് വളരെ കുറച്ച് ഉപയോഗിക്കണുള്ളൂ. ഇത് കണ്ട എന്റെ വീറ്റ് നട്ടേക്കുന്നതും എല്ലാം ഇവിടെ തന്നെയാണ്. ഞാനിവിടെ എല്ലാത്തും ഫെൻസ് ഇട്ട് മറച്ചിട്ടുണ്ട്. കാരണം ഇവിടെ നല്ല ക്രീപ്പറിന്റെ ശല്യം ഉള്ളതുകൊണ്ട് നമ്മൾ പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ക്രീപ്പർ പുറകിൽ നിന്ന് പൊട്ടണം. ഇതെന്റെ എന്തൊക്കെ ചെയ്യാനുണ്ടെന്നുള്ള ഒരു ടാർഗറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഇങ്ങോട്ടൊരു ബ്രിഡ്ജ് ഇട്ടിട്ട് എൻ്റെ ഒരു പുതിയൊരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എല്ലാം ഒന്നൊന്നായിട്ട് ചുറ്റി നടന്ന് കാണാം. ആദ്യം നമുക്ക് എൻ്റെ ട്രീ ഫാം കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ട്രീ ഫാം. ഇവിടുന്ന് ഇതെടുത്തിട്ട് നേരെ സാമ്പിളിങ്ങും എടുത്ത് ഇവിടെ നട്ട് വലുതാക്കും. അത് കഴിഞ്ഞിട്ട് നേരെ ഈ ലെവലിലേക്ക് നേരെ കയറി ഇവിടെ നിന്ന് ചാടി ഇതും ഓരോന്നോരോന്നായിട്ട് ഈ ആക്സ് വെച്ച് വെട്ടിയെടുക്കുകയാണ് ചെയ്യാറ്. ഇപ്പൊ ഓൾമോസ്റ്റ് സ്റ്റോക്ക് ഉള്ളതുകൊണ്ടൊന്നും ഞാൻ ഇങ്ങോട്ടേ വരാറേ ഇല്ല ഈ ബേസിലേക്ക്. ഇപ്പോ വെൽക്കം ബാക്ക് എൻ്റെ പുതിയ ചാനലിലേക്ക്. പിന്നെ ഇതാണ് എൻ്റെ പുതിയ പഴയ ഇത് വരുന്നത്. ഇതാണ് എൻ്റെ മൈൻ ഷാഫ്റ്റ്, മൈനിങ് ഏരിയ. മൈൻ ഷാഫ്റ്റ് അല്ല, മൈനിങ് ഏരിയ. മൈനിങ് ഏരിയ ഒന്ന് കണ്ടുകൊണ്ട് വരാം. ഇവിടെ നിന്നാണ് എൻ്റെ എല്ലാ ഡയമണ്ടും എൻ്റെ അയണൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് ഉപയോഗിച്ചത്. ഇവിടുന്ന് ഞാൻ ഒരുപാട് മൈനിങ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അങ്ങോട്ട് ഒരുപാട് മൈൻ ചെയ്തതാണ്. ഇതിനകത്ത് ഞാനൊരു മണ്ടത്തരം കാണിച്ചു. ഇതിനകത്ത് വെതറിനെ എടുത്ത് ഞാൻ സ്പോൺ ചെയ്യിപ്പിച്ച് കൊല്ലാൻ നോക്കി. അങ്ങോട്ട് മൊത്തം പൊളിച്ചിട്ടേക്കാണ്. അങ്ങോട്ട് നേരെ ചൊവ്വ പോകാൻ പറ്റില്ല. ഞാൻ ഇവിടെ വെതറിനെ സ്പോൺ ചെയ്ത് വെതർ ഇവിടെ ആകെ തവിട് പിടിയാക്കിയിട്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തണലായിരുന്നു എല്ലാ ഭാഗത്തേക്കും. ഇത് എന്താ വെതർ വന്ന് പൊളിച്ച് തവിട് പിടിയാക്കി ഇട്ടേക്കണേ ഈ കാണാൻ. നമുക്ക് പിന്നെ വേറെ ഇല്ലാത്തോണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നില്ലാന്ന് തോന്നുന്നു. നമുക്കിനി മേളിലേക്ക് കയറാം. ഞാൻ പിന്നെ മൈനിങ് ചെയ്തിപ്പോ എൻ്റെ ഓൾറെഡി നല്ല രീതിയിൽ ഡയമണ്ട് എല്ലാം ഓൾമോസ്റ്റ് ഞാൻ ആയി. ഫുൾ ആർമർ കിറ്റ് ആയി, ഫുൾ നെതറൈറ്റ് ആർമർ കിറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് അധികം വരാറില്ല. പിന്നെ ഞാൻ ആദ്യത്തെ എൻ്റെ
ഫാം കാണിച്ചു തരാം. എന്റെ ആദ്യത്തെ ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളിൽ ഒന്നാണ്. ഇവിടെ വന്നിട്ടാണ് ഓരോരുത്തന്മാരെ വെട്ടിക്കൊല്ലത്. എന്റെ സ്കെൽറ്റൻ ഫാമാണ്. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് എല്ലാം എടുത്തു. ഞാൻ പുതിയൊരു XP ഫാം ഉണ്ടാക്കിയോണ്ട് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഇതഞ്ഞ എന്തോ എന്നറിയില്ല, വർക്കിംഗ് അഞ്ഞ വളരെ കുറച്ച് ഇതാക്കി കിട്ടുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ ഉപയോഗിക്കാറില്ല. ഉണ്ടോ, ഞാൻ XP ഉപയോഗിക്കാൻ വേണ്ടി വേറെ ഇത് ഉപയോഗിക്കും. വേറെ സെപ്പറേറ്റ് XP ഫാം ഉണ്ടാക്കി. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാറ് വളരെ കുറവാണ്. എനിക്ക് വീണ്ടും മേളിലേക്ക് പോവാം. പിന്നെ ഇത് പാട്ടൊക്കെ ഉണ്ടാക്കിയത് ഞാൻ നൊസ്റ്റാൾജിയ. ഇത് ഒരു സമയം എടുത്ത പാട്ടുണ്ടാക്കിയത്, അതും എന്റെ ആ സമയത്ത് എന്തോ സ്റ്റോണിന്റെ ഇതാണ്. അത് വെച്ചൊക്കെയാണ് ഞാൻ പാട്ടുണ്ടാക്കി.